ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പർ ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് മൈ തോട്ട്സ്. മഞ്ഞുമൽ ബോയ്സ് സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ ചിന്തകൾ, അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കേരളക്കരയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ് മഞ്ഞുമൽ ബോയ്സ് എന്നത്. അപ്പോൾ ആ ഒരു ചിത്രം കാണുവാനായിട്ടുള്ളൊരു അവസരം ലഭിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു റിവ്യൂ ആണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു നോസ്റ്റു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം കമലഹാസൻ്റെ ആ ഒരു എവർഗ്രീൻ സോങ് കൺമണി അൻപോട് കാതലൻ ഗുണ എന്ന മൂവി, ആ ഒരു റെഫറൻസോട് കൂടിയാണ് ചിത്രം ആരംഭിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു നോസ്റ്റുവാണ്. അപ്പോൾ ആ ഒരു സോങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ചൈൽഡ്ഹുഡിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു പാട്ടുകളിലൊന്നാണ് ഈ കൺമണി എന്നുള്ള ആ ഒരു സോങ് ഗുണ മൂവിയിലെ. അപ്പോൾ ആ ഒരു സോങ്ങോട് കൂടി ഇങ്ങനെ, ആ ഒരു റെഫറൻസോട് കൂടി ഇങ്ങനെ ആരംഭിക്കുമ്പോൾ നമുക്കൊരു നോസ്റ്റു ഇങ്ങനെ ലഭിക്കുകയാണ്. പക്ഷേ അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ ചിദംബരം, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണിത്. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് 2021 പുറത്തിറങ്ങിയ ജാനി മാൻ എന്ന സിനിമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സംവിധായകൻ ജയരാജിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. പിന്നീട് ഛായാഗ്രഹണത്തിൽ രാജീവ് രവിയോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ് എടുത്തു പറയേണ്ടത്. കാരണം വിഷ്വൽസ് ഇങ്ങനെ, പ്രത്യേകിച്ച് ആ മഴ പെയ്യുന്ന വിഷ്വൽസ്, പള്ളിയുടെ വിഷ്വൽസ്, അതോടൊപ്പം കൊടൈക്കനാലിൻ്റെ വിഷ്വൽസ്, അതോടൊപ്പം പളനിയുടെ മനോഹര ദൃശ്യങ്ങൾ, കൊടൈക്കനാലിൻ്റെ മനോഹര ദൃശ്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ കൺമുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ സിനിമാറ്റോഗ്രാഫി വളരെയധികം നമ്മളെ ആകർഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ മഴ പെയ്യുന്ന സീനൊക്കെ സിനിമയിലെ, അതൊക്കെ ഇങ്ങനെ, പ്രത്യേകിച്ച് ആ കുഴിയിലേക്ക് വെള്ളം ഒഴുകുന്നതും കുഴിയുടെ അകത്തിങ്ങനെ അതൊക്കെ കാണിക്കുന്നതുമൊക്കെ സത്യം പറഞ്ഞാൽ മൈൻഡിലൂടെ ഓടിപ്പോയത് ഇതാണ്. എങ്ങനെയാണ് ഇതൊക്കെ എടുത്തത്, ചിത്രീകരിച്ചത് എന്നുള്ള ഒരു ഇതായിരുന്നു മൈൻഡിലൂടെ ഇങ്ങനെ കടന്നു പോയത്. സിനിമാറ്റോഗ്രാഫർ ഷൈജു ഖാലിദ്, അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട്. കാരണം വളരെ നല്ലൊരു സിനിമാറ്റോഗ്രാഫി, നമുക്കൊരു അങ്ങനെ ഒരു നല്ല മനോഹരമായ സിനിമാറ്റോഗ്രാഫി, ഇങ്ങനെ മനോഹര ദൃശ്യങ്ങൾ നമുക്കിങ്ങനെ കാണുവാൻ സാധിച്ചു. കൊടൈക്കനാലിൻ്റെ മനോഹര ദൃശ്യം, പളനിയുടെ മനോഹര ദൃശ്യം, അങ്ങനെ നിരവധി ദൃശ്യങ്ങൾ. പിന്നെ സിനിമയിൽ കടന്നു പോകുമ്പോൾ ആ അപകട സാഹചര്യങ്ങൾ, അതൊക്കെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചിത്രീകരിച്ചെന്ന് പറയാം ഷൈജു ഖാലിദ്. പിന്നെ മ്യൂസിക് ഡയറക്ടർ സുഷിൻ ശ്യാം, അദ്ദേഹവും വളരെയധികം തനിക്ക് കിട്ടിയ തൻ്റെ ആ ഒരു ജോലി മനോഹരമായിട്ട് അദ്ദേഹം നിർവഹിച്ചെന്ന് പറയാം. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ചേഞ്ചിങ് സിനിമയായിരിക്കും ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് തോന്നുന്നു. നല്ല BGM, അതോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് നടുവിലൂടെ മറ്റേ കൺമണി ആ ഒരു BGM കൂടി ഇങ്ങനെ കയറി വരും. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു മ്യൂസിക്കായിരുന്നു, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആയിരുന്നു അദ്ദേഹം ചിത്രത്തിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തതെന്ന് പറയാം. ഇതിൻ്റെ അഭിനേതാക്കൾ സൗവിന്, ഗണപതി, ബാലി വർഗീസ്, ജീൻ പോൾ ലാൽ, അങ്ങനെ എല്ലാവരും, ഖാലിദ് റഹ്മാൻ, അങ്ങനെ എല്ലാവരും തങ്ങൾക്ക് കിട്ടിയ ശ്രീനാഥ് ബാസി, എടുത്തു പറയേണ്ട ശ്രീനാഥ് ബാസി, എല്ലാവരും തങ്ങൾക്ക് കിട്ടിയ ആ റോളുകൾ വളരെ മനോഹരമായിട്ട് ചെയ്തു. എനിക്ക് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകമായിട്ട്, കൂടുതലായിട്ടും എനിക്ക് തോന്നിയത്, എടുത്തു പറയേണ്ട രീതിയിൽ തോന്നിയെന്ന് പറഞ്ഞാൽ സൗവിൻ്റെയും അതോടൊപ്പം ശ്രീനാഥ് ബാസിയുടെയും ക്യാരക്ടറുകളാണ്. വളരെ മനോഹരമായിട്ട് അവർ രണ്ടും അത് വളരെ മനോഹരമായിട്ട് ചെയ്തു. മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒറിജിനൽ ടീമിന് ഇൻ്റർവ്യൂ കാണുവാനിടയായി. അപ്പോൾ അവർ ആ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്, തങ്ങളെപ്പോലെ തന്നെയുള്ള ബോഡി ലാംഗ്വേജും തങ്ങൾ സംസാരിക്കുന്ന പോലെ തന്നെയാണ് സിനിമയിൽ ഇവരും സംസാരിച്ചതെന്നാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആക്ടേഴ്സ് എല്ലാം നല്ലപോലെ ഹോംവർക്ക് ചെയ്തിരുന്നു സിനിമയ്ക്ക് മുമ്പ് എന്ന കാര്യം മനസ്സിലായി. അതവർ ആ ഇൻ്റർവ്യൂവിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സ് ടീം. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു എന്ന് പറയാം. കാരണം സ്റ്റാർട്ടിങ് ഇങ്ങനെ തുടങ്ങി ആ സിനിമയിലേക്ക് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ആ സിനിമയിലേക്ക് ലയിച്ചിട്ട്, പിന്നീട് സെക്കൻഡ് ഹാഫൊക്കെ വരുമ്പോൾ മൊത്തം പിരിമുറുക്കമാണ്, ചങ്കിടുപ്പാണ്. എന്താണ് സംഭവിക്കുക, എങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ പ്ലേ. ഇത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ്. കാരണം യഥാർത്ഥ ജീവിതത്തിൽ നടന്ന സംഭവത്തെ സിനിമയാക്കിയിരിക്കുകയാണ് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് സിനിമയാക്കാൻ കാണിച്ച ആ ഒരു ധൈര്യമെന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് സൗബിന് ഇതിൻ്റെ ഒരു കോ പ്രൊഡ്യൂസറാണ് സൗബിന്, അതോടൊപ്പം ബാബു,
ഷോൺ ആൻ്റണി, ഇവർക്കൊക്കെ പ്രത്യേക സല്യൂട്ട്. കാരണം ഇങ്ങനെയൊരു അറ്റംപ്റ്റ് ഒന്നും ആരും അങ്ങനെ സെലക്ട് ചെയ്യില്ല. പ്രത്യേകിച്ച് ഒരു വലിയ താരനിലയില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല, നായിക പ്രാധാന്യമില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള നായികകൾ അങ്ങനെയൊന്നുമില്ല. ഒരു ഫ്രണ്ട്സിൻ്റെ കഥ, അല്ലെങ്കിൽ അപകടത്തിൽ നിന്നും എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ള ആ ഒരു രീതിയിലുള്ളൊരു കണ്ടൻറ്റൊക്കെ എടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം റിസ്ക്കാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വലിയ താരങ്ങളോ അല്ലെങ്കിൽ വലിയ സൂപ്പർ സോങ്സോ സൂപ്പർ ഫൈറ്റ് സീൻസോ ഒന്നും വേണ്ട, നല്ല കണ്ടൻറ് ഉണ്ടെങ്കിൽ പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ മഞ്ഞുമൽ ബോയ്സ്. അതാണല്ലോ ഇപ്പം സമീപകാലമായിട്ട് മലയാള സിനിമയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടൻറ്റ് മാത്രം നന്നായാൽ മതി, വേറൊന്നും ജനങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ കണ്ടുവരുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഫേസിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയാം. പ്രത്യേകിച്ച് 2024 തുടക്കം തന്നെ ഇപ്പോൾ 2 മാസം ആയതേ ഉള്ളൂ, നിരവധി ഹിറ്റുകൾ, ആഴ്ചയിൽ ഹിറ്റുകൾ അടിക്കുകയാണ്. അതും നല്ല നല്ല സിനിമകൾ നമുക്ക് പ്രേക്ഷകർക്ക് ഇങ്ങനെ തന്നുകൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മലയാള ഇൻഡസ്ട്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പർ ഹൗസ്ലറി തുടങ്ങി ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് വരെ എത്തി നിൽക്കുന്നു. ബാക്ക് ടു ബാക്ക് ഹിറ്റ്. ഇനി വരാൻ പോകുന്നത് ആടുജീവിതമൊക്കെയാണ്. അപ്പോൾ ഉറപ്പാണ് നല്ലൊരു കാലഘട്ടത്തിലൂടെ, നല്ലൊരു വർഷത്തിലൂടെയാണ് മലയാള സിനിമ, നല്ലൊരു ഫേസിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു നല്ലൊരു സിനിമ കണ്ട് തിരിച്ചിറങ്ങാനായിട്ട് സാധിച്ചു. നല്ലൊരു ഇത് ഇപ്പോഴും ആ ഒരു സീൻസൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. നമുക്കൊക്കെ നമുക്കൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ള രീതിയിലൊക്കെ കടന്നുപോയി മൈൻഡ്. അത്ര നല്ല രീതിയിലുള്ള ആ ഒരു, പ്രത്യേകിച്ച് അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, അതാണിങ്ങനെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നതെന്ന് പറയാം. ഓരോ വിഷ്വൽസും ഇതൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ് പിന്നെയും ആലോചിക്കുന്നത്. അപ്പോൾ നല്ലൊരു സിനിമ കണ്ടിറങ്ങുവാനായിട്ട് സാധിച്ചു. വളരെ നല്ലൊരു അറ്റംപ്റ്റ് മഞ്ഞുമൽ ബോയ്സ്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.